ദേശവിരുദ്ധ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ശിരോമണി അകാലിദൾ അധ്യക്ഷനും മുൻ പഞ്ചാബ് ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദൽ. Destabilize the state of Punjab and India. Akali Dal will not let it happen. Like my father, he always fought these elements. പഞ്ചാബിനെയും രാജ്യത്തെയും അസ്ഥിരപ്പെടുത്താൻ ചില ശക്തികൾ ശ്രമിക്കുന്നതായും ബാദൽ പറഞ്ഞു. കൊലപാതക ശ്രമമുണ്ടായതിന് പിന്നാലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയപ്പോഴായിരുന്നു ബാദലിന്റെ പ്രതികരണം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നന്ദൻ, അടുത്ത ദിവസങ്ങളിലാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടായത്, അദ്ദേഹം ആക്രമിക്കപ്പെടുന്ന സാധ്യത അല്ലെങ്കിൽ അത് ആ ഒരു വിഷയമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലെത്തിയതും രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നൊരു നിലപാട് അറിയിക്കുന്നതും. നന്ദഗോപൻ. പ്രജിത്ത്, ഇന്നലെയാണ് മഹാരാഷ്ട്രയിലെ ഒരു ഗുരുദ്വാര സന്ദർശിക്കാനെത്തിയ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ആക്രമണമുണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ കൈക്ക് വെട്ടേൽക്കുകയായിരുന്നു. സുരക്ഷാ ഭടന്മാരും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നവരും ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ മറ്റ് ദേശീയ സംസ്ഥാന നേതാക്കളുമൊക്കെ തന്നെ സംഭവത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഇന്നിപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ മാധ്യമങ്ങളോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനും പഞ്ചാബിനെ അസ്ഥിരപ്പെടുത്തുവാനും വേണ്ടിയുള്ള ചില ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത്തരം നടപടികൾ അല്ലെങ്കിൽ അത്തരം നീക്കുപോക്കുകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതായാലും ഈ സുഖ്ബീർ സിംഗ് ബാദലിനെ ആക്രമിച്ച പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടോ എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിച്ചു വരികയാണ്.